ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർണാടക സ്പെഷ്യൽ സ്വീറ്റ് ഒബ്ബട്ടാണ്. ഈ സ്വീറ്റാണ് അവരെല്ലാ ഫെസ്റ്റിവൽസിനും ഉണ്ടാക്കുന്നത്. സ്പെഷ്യലി ഉഗാദിക്കാണ് ഇത് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. സോ ഈ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് സോൾട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അടച്ചു വയ്ക്കാം. ഈ സമയം ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായി വാഷ് ചെയ്ത് ഒരു 1 hour സോക്ക് ചെയ്യാൻ വയ്ക്കാം. 1 hour ആയ ശേഷം നമുക്കത് ഒരു കുക്കറിലിട്ട് കൊടുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂൺ ഓയിൽ ആൻഡ് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിലെങ്കിലും വയ്ക്കണം. കടലപ്പരിപ്പ് നല്ല കുക്കായിട്ടുണ്ട്. നമുക്കതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി മെൽറ്റായി ഇതിൽ അലിയുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചൂടാറിയ ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ലെമൺ സൈസ് എടുത്ത ശേഷം സ്റ്റഫിങ്ങിനായിട്ട് ചെറിയൊരു ബോൾ സൈസ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വേണം ഫില്ല് ചെയ്യാൻ. എന്നിട്ട് ആ എക്സസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് അരിമാവ് ആഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. സോഫ്റ്റായിട്ട് വേണം പരത്താൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. So be careful. ഇനി നമുക്കിതൊരു ഹോട്ട് തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1 minute ആയ ശേഷം നമുക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഒബ്ബട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ സ്പെഷ്യൽ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻസും അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് താങ്ക് യു എവരിബഡി. ഹാവ് എ നൈസ് ഡേ. ബൈ. ടേക്ക് കെയർ.